ഉണ്ണിയമ്മേ കുമ്പടി വന്നു. അതുകൊണ്ട് അല്ലിപ്പൊളി പരിപാടി തുടങ്ങിയത് ആർസോന്റെ കാലഘട്ടത്തിലാണ്. ഇത്തരം തുടങ്ങിയത് ആർസോന്റെ കാലഘട്ടത്തിലാണ് ഈ സംഘടന വിജയത്തിൽ പോയത്. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. എന്താടോ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? ശ്രീ ആഷോ, ഇവിടെ ഒരു കോളേജ് ക്യാമ്പസിൽ ലഹരി ഉപയോഗിക്കുക, അത് നമ്മൾ ധാരാളം കാണുന്നുണ്ട്, കേസുകൾ വരുന്നുണ്ട്. പക്ഷെ ലഹരി വിൽപ്പന നടക്കുന്നു എന്നുള്ളത്, അതും SFI ഭരിക്കുന്ന യൂണിയനുള്ള ഒരു ക്യാമ്പസിലാണത്. അത് എങ്ങനെ സാധിക്കുന്നു ആർഷോ? ആരാണ് ഇത്തരക്കാർക്കുള്ള രാഷ്ട്രീയ പിൻബലം? ഉത്തരം പറ. അങ്ങ് ചോദിച്ചതുപോലെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഒരു വിധത്തിലുള്ള രാഷ്ട്രീയ പിന്തുണയും പ്രത്യേകിച്ച് കേരളത്തിനകത്തുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നോ വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകില്ല. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ് നാക്കെടുത്താന്നേ പറയൂ എന്നുള്ളത് ഈ കഴിഞ്ഞ നാളുകളിലൊക്കെയുള്ള നമ്മുടെ അനുഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. നിലയ്ക്കുള്ള തെറ്റായ പ്രവണതകൾ അംഗീകരിച്ചു കൊടുക്കുക, അതിന് പിന്തുണ കൊടുക്കുകയും അതിനെ സംരക്ഷിച്ചു നിർത്തുകയും ചെയ്യുന്ന സമീപനം ഒരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ജ്യോതികുമാർ തുടക്കത്തിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളോട് വിയോജിപ്പുണ്ട്. അതിനപ്പുറം കേരളത്തിലെ ഉത്തരവാദിത്വപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇത്തരം വിഷയങ്ങളോട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനം എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, ഈ നാടിനെ ആകെ പുറകോട്ട് നയിക്കുന്നതായിരിക്കും എന്നതിൽ ഒരു തർക്കവും വേണ്ട. വളരെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിൽ മാത്രം ഇത്തരം വിഷയങ്ങളെ സമീപിക്കുന്ന നിലയിലേക്ക് കേരളത്തിന് ഉത്തരവാദിത്വപ്പെട്ട നമ്മുടെയൊക്കെ പ്രതിപക്ഷ നേതാവ് മാറുന്നു എന്നുള്ളത് കേരളത്തിനാകെ അപമാനാണ്. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്, കേട്ടാ. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ SFIയുടെ യൂണിയനിൽ മത്സരിച്ച ഒരു വിദ്യാർത്ഥിയും ഈ പറഞ്ഞ പോലെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന നിലയുണ്ടായിട്ടുണ്ട്. എന്നിട്ട് അയാളുടെ മുറിക്കകത്ത് നിന്നല്ല കേട്ടോ ഈ പറഞ്ഞ ത്രാസും തുലാസും മറ്റു കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുള്ളത്. അയാളുടെ ഈ പറഞ്ഞ പോലെ മുറിക്കകത്ത് നിന്നും ഈ പറഞ്ഞ 9 ഗ്രാമോ മറ്റോ കഞ്ചാവ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ പുറത്താണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. അത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നല്ല ലഭിച്ചിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പോലെ വസ്ത്രങ്ങളിൽ നിന്നോ അദ്ദേഹത്തിന്റെ ബാഗിൽ നിന്നൊന്നും അല്ല, അദ്ദേഹം താമസിക്കുന്ന മുറിക്കകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. മുറിയിൽ അദ്ദേഹം മാത്രമല്ല താമസിക്കുന്ന, വിവിധങ്ങളായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന, ഒന്നിലധികം ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന മുറിയാണ്. അതിന്റെ പേരിലാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഞങ്ങൾ മനസ്സിലാക്കി, ഞങ്ങൾ അന്വേഷിച്ചതിന്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളുടെയും ഭാഗമായിട്ടുള്ള ആളല്ല ഈ പറഞ്ഞ അഭിരാജ് എന്ന് പറയുന്ന അവിടുത്തെ യൂണിയൻ ഭാരവാഹി എന്നുള്ളതാണ്. കേൾക്കാൻ നല്ല രസമുണ്ട്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ റൂമിൽ താമസിക്കുന്ന ആരെങ്കിലും ഈ തെറ്റായ പ്രവണതയുടെ ഭാഗമായിട്ടുണ്ട് എന്ന വിവരം ഇദ്ദേഹത്തിനുണ്ട്. അല്ലെങ്കിൽ അത് നേരത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അറിയിക്കാതിരുന്നതിൽ അയാൾക്കും വീഴ്ച പറ്റിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിക്കും, സംഘടനാപരമായി പരിശോധിക്കും എന്നുള്ളതാണ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും നിലയ്ക്ക് അഭിരാജ തെറ്റായ പ്രവണതയുടെ ഭാഗമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നിലയ്ക്കും അത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. അദ്ദേഹത്തെ തള്ളിപ്പറയും, മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ലഭിക്കണം എന്നതിനകത്തൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. ആണോ? ഭയങ്കര. കോട്ടയം കോളേജിനകത്ത്, നഴ്സിംഗ് കോളേജിനകത്തുണ്ടായ സംഭവം SFIക്ക് മൃഗീയ ആധിപത്യമുള്ള കോളേജാണ് കോട്ടയം നഴ്സിംഗ് കോളേജ്. SFI പ്രവർത്തകരാണ് അവിടെ അക്രമത്തിന് നേതൃത്വം കൊടുത്തെന്നുള്ള പച്ചക്കള്ളം ജ്യോതികുമാർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ആ ക്യാമ്പസിനകത്ത് SFIക്ക് യൂണിറ്റ് പോലും ഇല്ല. അവിടെ ഉണ്ടായിരുന്ന റാഗിങ്ങുമായി ബന്ധപ്പെട്ട് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ SFI അല്ല. അത് പൊതുസമൂഹത്തിന് മുൻപിലുണ്ട്, മാധ്യമങ്ങളുടെ മുൻപിലുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഇങ്ങനെ കള്ളം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കേവലമായ രാഷ്ട്രീയ ലാഭമല്ല നമ്മൾ ഇതിൽ നിന്ന് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് മുതിർന്ന നേതാക്കളായിട്ടുള്ള ജ്യോതികുമാർ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി നേരത്തെ ജ്യോതികുമാർ പറഞ്ഞു തിരുവനന്തപുരത്ത് SFIക്കാരോ മദ്യപിച്ചതിന്റെ വിഷ്വൽ വന്നു. അങ്ങനെ മദ്യപിച്ചതിന്റെ വിഷ്വൽ വന്ന ആളുകളെ പുറത്താക്കിയ ആളുകളാണ് ഞങ്ങള്. എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടി നേരത്തെ ഈ പാനലിൽ പങ്കെടുക്കുന്ന മഹേഷ് കുമാറോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. വളരെ അപൂർവമായിട്ട് മഹേഷ് കുമാറിന്റെ പൊളിറ്റിക്സ് എന്താണെന്ന് എനിക്ക് ധാരണയല്ല. എന്നിരുന്നാലും എനിക്ക് മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന്റെ വാക്ക് കേട്ടിട്ട് സതീശ ശിഷ്യനായിട്ടുള്ള ഒരു കോൺഗ്രസ്സുകാരനാകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. 2 കോൺഗ്രസ്സുകാരെ അല്ലെങ്കിൽ സതീശ ശിഷ്യന്മാരെ കൊണ്ടുവന്നിരുത്തിയിട്ട് മീഡിയ വേണ്ടി ചർച്ച നടത്താൻ വേണ്ടി കാണിച്ച മഹാമനസ് അത് ഗംഭീരമായിട്ടുണ്ട്. ഇനി SFIയെ പുലഭ്യം പറയുന്നതിന് വേണ്ടി കൊണ്ടുവന്നിരുത്തിയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ
ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. അദ്ദേഹം പറയാ, അദ്ദേഹം പണ്ട് SFIയുടെ നേതാവായിരുന്നു, അക്കാലത്ത് ഇങ്ങനെയൊക്കെ നിങ്ങളുടെ കാലത്ത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ട് ആ നിലക്കാണ് ഈ പറഞ്ഞ പോലെ എല്ലാ ഘട്ടത്തിലും എന്ന് കരുതേണ്ടതില്ല. തടയരുത്. അങ്ങയുടെ കാലത്ത് അങ്ങ് SFIയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് എനിക്കറിയില്ല. ഇത് അയാൾ ഉണ്ടായിരുന്ന സമയത്ത് ക്യാമ്പസിൽ അലേന അനക്കാൻ വേണ്ടി അനുവദിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ അനക്കാൻ അനുവദിക്കുന്നുണ്ടാവില്ല. ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ. ഞങ്ങളിപ്പോ എന്തായാലും ക്യാമ്പസിൽ അലാനങ്ങുന്നുണ്ടോ എന്ന് നോക്കാനല്ല ഞങ്ങളുടെ പണി. ഞങ്ങൾ ആ പണിക്ക് നിൽക്കലില്ല. ഇനി ക്യാമ്പസിലെ ഹോസ്റ്റലില് അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹമായിരുന്നു ഹോസ്റ്റൽ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഹോസ്റ്റലിനെ ആകപ്പാടെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹമായിരുന്നു. അദ്ദേഹം അതിന് സബ് കമ്മിറ്റി ഉണ്ടാക്കി വെച്ചിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഞങ്ങൾ അങ്ങനെ ഹോസ്റ്റലിനെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ചുമതല ഉത്തരവാദിത്വമൊന്നും ഞങ്ങളെ ആരും ഏൽപ്പിച്ചിട്ടില്ല. വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. എറണാകുളം അങ്ങാടി ആരെ കൊണ്ടുവന്നിരുത്തിയിട്ട് അജൻസി ചർച്ച നടത്തുന്നതിന് അല്ല, അദ്ദേഹം ആരോ ഒന്നും അല്ല, അദ്ദേഹം ആരോ ഒന്നും അല്ല. അങ്ങനെയൊന്നും പറയല്ലേ. മഹേഷ് ആരോ ഒന്നും അല്ല. മഹേഷ് മറുപടി പറഞ്ഞത്. ഓക്കെ മഹേഷ്. ഹർഷോ ആരൊന്നുമല്ല, കൃത്യമായിട്ട് പറയാം, കൃത്യമായിട്ട് പറയാം ആരാണെന്ന്. അങ്ങനെ ആരൊന്നും വേണ്ട, ഞാൻ പറഞ്ഞുതരാം കൃത്യമായിട്ട്. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. അജൻസി പറയും. ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയം നോക്കണ്ട, ഒരു ആക്സിഡന്റ് കേസിനുള്ള യോഗ കൊത്തു വന്നിട്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയം നോക്കണ്ട. അജിൻസ് ക്ഷണിച്ചിട്ട് ഔദ്യോഗികമായി മീഡിയ ആർച്ചോന്റെ ഔദാര്യത്തിൽ വന്നതല്ല. മഹേഷ് പറയട്ടെ ആരാണെന്ന്. ആർഷോ കേൾക്കൂ. പോയി പറയാം ഹർഷോ, എന്നോട് പറയണ്ട. പറഞ്ഞിട്ടില്ല. ഞാൻ വളരെ കൃത്യമായി പറയാം. ഞാൻ പോളിടെക്നിക്കില് പഠിച്ചിരുന്നപ്പോ SFIയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു. നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ആരാന്നോ? ആയിരുന്നു. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ആ കാലഘട്ടത്തിൽ കഞ്ചാവ് വിൽപ്പനയുടെ കാര്യമൊന്നുമല്ല പറഞ്ഞത്. ആ കാലഘട്ടത്തിൽ കഞ്ചാവ് വിൽക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അവിടെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നേ. ആർച്ചോന്റെ കാലഘട്ടത്തിലാണ് കഞ്ചാവിലേക്ക് പറഞ്ഞത്. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. തല്ലിപ്പൊളി പരിപാടി തുടങ്ങിയത് ആർച്ചോന്റെ കാലഘട്ടത്തിലാണ്. ഇത്തരം പോക്കൃത്തരം തുടങ്ങിയത് ആർച്ചോന്റെ കാലഘട്ടത്തിലാണ്. ഈ സംഘടന അപജയത്തിൽ പോയത് ഇതേപോലെയുള്ള ആർച്ചോന്മാരുള്ളതുകൊണ്ടാ ഞങ്ങളെ പോലുള്ളവരൊക്കെ നിർത്തിപ്പോയത്. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. ആർച്ചോ വേറെ മണിയോക്ക് SFIയുടെ സമാധാനപരമായിട്ട് ഇത് തീരില്ല. സമാധാനപരമല്ലാത്ത വഴി കയ്യിലുണ്ടോ? നിങ്ങളാരാ മിസ്റ്റർ? നിങ്ങളാരെന്ന് പറയാൻ പഠിപ്പിക്കണേ? ദൈവമേ, ഇത് രണ്ട് കക്ഷികൾക്കും ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത്. മഹേഷ് അങ്ങനെ അൺപാർലമെന്ററി ആയിട്ട് സംസാരിക്കില്ല. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. മഹേഷിന്റെ ചോദ്യം ഇതാണ്. മഹേഷ് സമ്മതിക്കാൻ പറ്റില്ല. അല്ല, നിങ്ങൾ അങ്ങനെ പരസ്പരം അങ്ങനെ പോക്കുവിളിച്ച് സമ്മതിക്കാൻ പറ്റില്ല. മഹേഷ് ഇതൊരു നടക്ക് പോണ മാതിരില്ല. മഹേഷ് ആരാണെന്നാണ് ആർഷോ ചോദിച്ചത്. മഹേഷ് ആരാണെന്നാണെങ്കിൽ മഹേഷ് പറയാൻ ആരാണ്? നിങ്ങൾ ഇതേപോലെ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ വനിതകളോട് നേതാക്കന്മാരോട് എങ്ങനെയാണ് പെരുമാറുന്നത് ഞങ്ങൾക്കറിയാം. ഞാനാരാന്ന് അന്വേഷിക്കണ്ട. മനസ്സിലായില്ലേ? നാട്ടിൽ കോടതിയുണ്ട്, നിയമമുണ്ട്, പോലീസുണ്ട്. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇവൻ പറയട്ടെ, നീ കേക്ക്. ഇപ്പൊ ഇവന്റെ സമയം. കുറച്ച് കഴിയുമ്പോ നീ കേക്ക്, ഇവൻ പറയട്ടെ, അപ്പൊ നിന്റെ സമയം. നിങ്ങൾ ആരാണ് മിസ്റ്റർ മഹേഷ് കുമാർ? നിങ്ങൾ അവിടെ പോയി ജാമ്യക്കാരെ അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നീ. മഹേഷ് മതി. നിങ്ങൾ ആരാണെന്ന് പറയാൻ പറയൂ. മഹേഷിന്റെ പോയിന്റിലേക്ക്
പുഴയിലേക്ക് നോക്കിന്നോ. നിങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി മഹേഷേ ആർഷോയുടെ അറിവിലേക്ക് പറയുകയാണ്. മഹേഷിനെ ഞാൻ ക്ഷണിച്ചത് പോളിടെക്നിക്കിലെ അലൂമിനി എന്ന നിലയിലാണ്. നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ, കുറെ സമയമായിട്ട് കളിയാക്കണ്. അദ്ദേഹം ആ പോളിടെക്നിക്കിൽ പഠിച്ചതാണ്. മറ്റൊരു കാര്യം, അദ്ദേഹത്തിന്റെ ക്രെഡിറ്റ്, അദ്ദേഹത്തിന് ചർച്ചയിൽ പങ്കെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ യോഗ്യത, അദ്ദേഹം കൊച്ചി കോർപ്പറേഷനിലെ കൗൺസിലർ കൂടിയാണ്. കൊച്ചിയെ കുറിച്ച്, കൊച്ചിയിലെ ലഹരി വ്യാപനത്തെ കുറിച്ച് നന്നായി അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിന് പറയുന്നതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടി പറയാതെ നിങ്ങൾ ആരാണെന്ന് ചെയ്യുന്നത് വളരെ മോശമാണ്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. പൊരിഞ്ഞ പോരാട്ടമല്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.